വിളിക്കാത്ത കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ കാലം 2020 മണിപ്പാലിലാണ് ഡിഗ്രി പഠിച്ചിരുന്നത്. വളരെ എളുപ്പമാണ്. ഉടുപ്പിന്ന് ട്രെയിൻ കയറിയാൽ മതി. 6-6.5 മണിക്കൂറേ ഉള്ളൂ. രാവിലെ കോഴിക്കോട് എത്താം. അപ്പൊ ട്രെയിനിനൊക്കെ ആലോചന തേക്കും രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ഫുഡിൽ തുടങ്ങണം എന്നുള്ളത്. കോഴിക്കോട് പറയണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് പേര് കേട്ട കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. റഹ്മത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയിലെ ചാമ്പ്യൻസ് ഇഷ്ടം പോലെ. അങ്ങനെ അവിടുന്ന് പൊറോട്ടയും ബീഫൊക്കെ സെറ്റ് ആക്കിയിട്ട് വീട്ടിലേക്ക് ബസ് കയറും. ഒരു 7:30 മണി ആവുമ്പോഴത്തേന് വീട്ടിലെത്തും. വീട്ടിലെത്തി ചെറിയ രീതിയിൽ നമ്മളെ ക്ഷീണങ്ങളൊക്കെ മാറ്റി ഒരു 11-11:30 ആവുമ്പോൾ ഉമ്മാനോട് ചോദ്യമാണ്, ഉമ്മ അന്ന് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ എന്നുള്ളത്. കല്യാണം ഉണ്ടെങ്കിൽ എന്താ, ഉപ്പന്റെ ബിഹാഫായിട്ട് ഉപ്പന്റെ ഡ്രൈവറൊക്കെ ആയിട്ട് പോവാം, നല്ല ഫുഡ് അടിക്കാം, തിരിച്ചു വരാം, ആ ഡേ ഫുൾഫിൽഡ് ആവും. അങ്ങനെ ഇഷ്ടംപോലെ കല്യാണങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉപ്പന്റെ ഡ്രൈവറായിട്ട് അല്ലെങ്കിൽ ഉമ്മന്റെ ഡ്രൈവറായിട്ട്. ജസ്റ്റ് നമ്മളെ മോട്ടീവ് എന്താ വെച്ചാല് നല്ല ബീഫ് ബിരിയാണി കഴിക്കണം. കല്യാണ വീടുകളിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ലീഗാണ്. നമുക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടാത്തൊരു സ്റ്റൈലാണ്. അങ്ങനെ ഞായറാഴ്ചകളിലെ ബിരിയാണി മിസ്സാവരുത് എന്നുള്ളൊരു മോട്ടീവും കൂടി ഉണ്ടായിരുന്നു മണിപ്പാലിൽ നിന്ന് കോഴിക്കോടേക്ക് എല്ലാ ആഴ്ചയും ട്രെയിൻ കയറുമ്പോൾ.